എല്ലാവിധ നാഷണൽ ഇന്റർനാഷണൽ ബ്രാൻഡുകളുടെ സ്പെക്ടക്കിൾ ഫ്രെയിമുകളും ഒഫ്താൽമെറ്റ് ലെൻസുകളും പ്രമുഖ ബ്രാൻഡുകളുടെ കോൺടാക്ട് ലെൻസുകളും കൃത്യതയോടെ ഡിസ്പെൻസ് ചെയ്യുന്നു. കാഴ്ചയുടെ പൊരുളറിഞ്ഞ പാരമ്പര്യം. കുന്നിക്കൽ ഒപ്റ്റിക്കൽസ്, എരമല്ലൂർ. കോതമംഗലം ബ്ലോക്കിലെ പുന്നേക്കാട് ഓപ്പൺ എയർ മിനി സ്റ്റേഡിയം നാടിന് സമർപ്പിച്ചു. കീരമ്പാറ പഞ്ചായത്തിലെ 2ാം വാർഡിൽ നിർമ്മാണം പൂർത്തീകരിച്ച ഓപ്പൺ എയർ മിനി സ്റ്റേഡിയം നാടിന് സമർപ്പിച്ചു. സ്റ്റേഡിയത്തിന്റെ ഉദ്ഘാടനം ആന്റണി ജോൺ MLA നിർവഹിച്ചു. അതിനൊക്കെ അതിജീവിച്ചുകൊണ്ടാണ് നമ്മൾ ആ കവല വളരെ മനോഹരമായി കടന്നു വരുന്ന ആർക്കും പറയാം. പുന്നേക്കാട് ഇവിടെ പ്രായമേറിയ വ്യക്തികളൊക്കെ ഉണ്ട്. കോതമംഗലത്തിന്റെ മറ്റ് എല്ലാ മേഖലകളും വികസിച്ചപ്പോഴും പുന്നേക്കാട് കവലയ്ക്ക് മാത്രം ഒരു വികസനം ഉണ്ടായിരുന്നില്ല എന്നുള്ളതാണ് വസ്തുത. ഇപ്പോൾ ഏതായാലും വളരെ മനോഹരമായി ഒരു അത്യാവശ്യം വാഹനങ്ങളൊക്കെ വന്നാൽ പാർക്ക് ചെയ്യാൻ കഴിയുന്ന നിലയിലും, പ്രത്യേകിച്ച് പുന്നേക്കാടിൻ്റെ ഒരു പ്രത്യേകത ടൂറിസം മേഖലയിലേക്ക് കടന്നു പോകുന്ന വഴിയാണ്. ഇപ്പോൾ തട്ടേക്കാടാണെങ്കിലും കുട്ടമ്പുഴയും ഇഞ്ചത്തൊട്ടി അടക്കം, അല്ലെങ്കിൽ ഇതിലൂടെ ഭൂതത്താങ്കട്ടിലേക്കും ഒക്കെ പോകുന്നതിലൊരു പ്രധാനപ്പെട്ട കവലയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ അത് നല്ല നിലയിൽ അവിടെ അതിൻ്റെ വികസനം സാധ്യമാക്കണമെന്ന് കണ്ടുകൊണ്ടാണ് MLA ഫണ്ടിൽ നിന്നും ആവശ്യമായ തുക അനുവദിച്ച് ഒട്ടേറെ പ്രതിസന്ധികൾ അതിൻ്റെ ഈ ഗ്രൗണ്ടിൻ്റെ നിർമ്മാണം എന്ന പോലെ തന്നെയാണ് കവലയുടെ വികസനത്തിനും വലിയ പ്രതിസന്ധി ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ അതിനൊക്കെ അതിജീവിച്ചുകൊണ്ടാണ് ജനങ്ങളുടെ സഹകരണത്തോടു കൂടി അതും വളരെ മനോഹരമായി നമ്മൾ പൂർത്തീകരിച്ചിട്ടുള്ളത്. അങ്ങനെ നിരവധി മറ്റു കാര്യങ്ങളിലേക്കൊന്നും കിടക്കുന്നതിന് പൊതുഗ്രാമത്തിനോട് കീരമ്പാറ പഞ്ചായത്ത് പ്രസിഡന്റ് ഗോപി MP അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ ജില്ലാ പഞ്ചായത്ത് അംഗം റഷീദ സലീം സ്വാഗതം ആശംസിച്ചു. ചടങ്ങിൽ ജില്ലാ പഞ്ചായത്ത് മെമ്പർ KK ദാനി, ബ്ലോക്ക് പഞ്ചായത്ത് അംഗം ലിസി ജോസഫ്, ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ബീന റോജോ, വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ സിനി ബിജു, വിദ്യാഭ്യാസകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ മഞ്ജു സാബു, ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ ബേസിൽ ബേബി, മാമച്ചൻ ജോസഫ്, ഷാൻഡി ജോസ്, VC ചാക്കോ, ആശാമോൾ ജയപ്രകാശ്, ലിസി ജോസ്, VK വർഗീസ്, അൽഫോൻസ സാജു എന്നിവർ സംബന്ധിച്ചു. ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ജിജോ ആന്റണി നന്ദി രേഖപ്പെടുത്തി. ചടങ്ങിനോടനുബന്ധിച്ച് കുട്ടികളുടെ ഫാഷൻ ഷോ, കുടുംബശ്രീ അംഗങ്ങളുടെ കലാപരിപാടികൾ, കലാസന്ധ്യ എന്നിവ സംഘടിപ്പിച്ചു. ജില്ലാ പഞ്ചായത്ത് മെമ്പർ റഷീദ സലീം അനുവദിച്ച 14 ലക്ഷം രൂപ ചിലവഴിച്ചുകൊണ്ടാണ് സ്റ്റേഡിയത്തിന്റെ നിർമ്മാണം പൂർത്തീകരിച്ചത്. ആ പ്രവർത്തനത്തെ അതിനെ പ്രതിരോധിക്കുന്നതിന് വേണ്ടി നന്നായി ഇടപെടുന്നുണ്ട്. ഇപ്പോൾ നമുക്കറിയാം, ഒരു 94 ലക്ഷം രൂപ ചെലവഴിച്ചുകൊണ്ടാണ് നമ്മൾ ഫെൻസിങ്ങിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ ഇപ്പോൾ ആരംഭിക്കാൻ വേണ്ടി പോവുകയാണ്. അതോടൊപ്പം തന്നെ ആവശ്യമായ എല്ലാ മേഖലയിലും വെളിച്ച സംവിധാനങ്ങൾ ഒരുക്കാനുള്ള ക്രമീകരണം ഏർപ്പെടുത്തുകയാണ്. പ്രത്യേകിച്ച് പുന്നേക്കാട് നിന്നും കുട്ടമ്പടിക്ക് പോകുന്ന തട്ടേക്കാട് വരെയുള്ള വഴികളിൽ ഇപ്പോൾ അപകടങ്ങൾ പതിവായി വരുന്ന ഒരു സാഹചര്യത്തിൽ 12 ലക്ഷം രൂപ MLA ഫണ്ടിൽ നിന്ന് നമ്മൾ നീക്കിവെച്ചിട്ടുണ്ട്. അതിൻ്റെ ഒരു പ്രത്യേക അനുമതി സർക്കാരിൽ നിന്നും ഇപ്പോൾ തന്നെ ലഭ്യമാകും. അപ്പം അതുകൂടി കഴിഞ്ഞാൽ നമുക്കതിലെ സ്ട്രീറ്റ് മെയിൻ വലിച്ച് ആവശ്യമായ വെളിച്ച സംവിധാനങ്ങൾ ഒരുക്കാൻ കഴിയും. അങ്ങനെ ജനങ്ങളുടെ നാടിൻ്റെ താല്പര്യം അറിഞ്ഞുകൊണ്ട് തന്നെ ഇത്തരം പ്രവർത്തനങ്ങളൊക്കെ ഇവിടെ മുന്നോട്ട് ന്യൂസ് ബ്യൂറോ, കോതമംഗലം.